ലോക ചരിത്രത്തിൽ ആദ്യമായി ലോകത്തെ ആയിരക്കണക്കായ വർഷം നിലനിന്ന മഹത്തായ യൂണിവേഴ്സിറ്റി ആയ അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്, ജാമിഅത്തുൽ അസ്ഹർ എന്ന അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് AD 964 അതിനെ മാറി മാറി വന്ന ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നു. എവിടേക്കും അവിടെ തൊട്ടില്ല. അസ്ഹർ എന്ന് പറയാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം നൽകിയ മുത്തുനബിയുടെ കരളിഞ്ഞ കഷ്ണമായ മോളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ഫാത്തിമത്തു സഹ്റ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം, സത്യസന്ധമായ വിജ്ഞാനം ലോകത്തിന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എത്തിച്ച മഹാനാണ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ കരളിഞ്ഞ പൊൻകനിയായ പൊന്നുമോളാണ് ആര്? ഫാത്തിമത്തു സഹ്റ. അവരുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് എന്ത് പേരിട്ടത്? അസ്ഹർ എന്ന് പേരിട്ടത്. 964 2021 ഇടയിൽ 5 വർഷമാണ് ഈ സ്ഥാപനം പൂട്ടിയിട്ടുള്ളത്. AD 1798, AD 1799, AD 1800, AD 1801, AD 1802, AD 1803 ചക്രവർത്തിയായ മുഹമ്മദ് അലി പാഷ യൂറോപ്യന്മാരെ തുരത്തി വീണ്ടും അസ്ഹർ ഷരീഫ് പുനരാരംഭിച്ചു. ഇന്ന് വരെ പൂട്ടിയില്ല. നിസ്കാരം എന്നത് സൃഷ്ടിയായ നമ്മളുടെ കൽപ്പന അനുസരിച്ച് നമ്മുടെ ഒരു അമലാണ്. അതിനെ സ്രഷ്ടാവുമായി ബന്ധപ്പെടുത്തുന്നത് സ്രഷ്ടാവിന്റെ കൽപ്പനയും ആ കൽപ്പനയിൽ അനുസരിച്ച് അതിൽ അടങ്ങിയിട്ടുള്ള പരിശുദ്ധ കലാമുമാണ്. നിസ്കാരത്തിന് വേണ്ടി മാത്രം ഒരു അധ്യായം വന്നിട്ടുണ്ട്, അതാണ് ഫാത്തിഹ. ഫാത്തിഹക്ക് സൂറത്തു സ്വലാഹ്, നിസ്കാരത്തിന്റെ അധ്യായം എന്ന് പേരുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ ഖുർആനുമായി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബന്ധം, ആ ബന്ധം നമുക്ക് നേരായ ഒരു വഴി നൽകും. നേരായ വഴി ലഭിച്ചിട്ട്, നേരായ വഴി എന്തിനാണ് നമുക്ക് നേരായ വഴി? മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യൻ ഒരു പാവത്താനായ സൃഷ്ടിയാണ്, ദുർബലനാണ്. ദുർബലനായ ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യനെ ദുർബലനായി പടക്കപ്പെട്ടതാണ്, മനുഷ്യൻ ദുർബലനാണ്. അതേ സമയത്ത് മനുഷ്യന് ഈ ദുർബലമായ ഒരു സംഗതി ദുർബലനാവുന്നതോടുകൂടെ അതിന് ചോദനകളോ സർഗസിദ്ധികളോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉദാഹരണം കല്ല്, ഈ കാണുന്ന പ്ലാസ്റ്റിക്, ഇതൊക്കെ ദുർബലമായ സാധനങ്ങളല്ലേ ആണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതിന് ഗ്രാഹ്യത ഇല്ല, ഇതിന് ദിഷണില്ല, ഇതിന് സർഗസിദ്ധമായ കഴിവുകളില്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് അത് അവിടെ കിടക്കും. അതിനപ്പുറത്തേക്ക് അതിനെ ചതിക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ സൃഷ്ടിപ്പിൽ മനുഷ്യൻ ദുർബലനാണ്. എന്നാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത് കൊണ്ട് വളരെ കൃത്യമായ ഒരു ഡയറക്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളെ മുഴുവനും നേരെ അവന് തന്നെ എതിരാക്കി ചെലവാക്കാൻ വേറൊരാൾ വിചാരിച്ച കഴിയും. എന്തുകൊണ്ടാണ് ഇവിടെ ഖുർആന്റെ പ്രസക്തി എന്നതാണ് പറയുന്നത്. ഇപ്പോൾ കിതാബിൽ മുബീൻ എന്നതിന്റെ വ്യാഖ്യാനം തുടങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ അതിന്റെ ബാക്കിയാ പറയുന്നതും. മനുഷ്യൻ ദുർബലനായ സൃഷ്ടിയാണ്. പക്ഷെ ദുർബലനാകുന്നതോടുകൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടിയ ഒരാളുമാണ്. ഞാൻ മനുഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് ഉപമിക്കാം. ഒരു കുഞ്ഞുമോൻ. എന്നാൽ ആ കുഞ്ഞുമോന് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. പാപ്പാന്റെ സ്വത്ത്, ഉമ്മാന്റെ സ്വത്ത്, നാട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത്, സമ്പത്ത്. ജനങ്ങൾ വെറുതെ ആ കുഞ്ഞുമോന്റെ ചൊറുക്കൊണ്ട് കണ്ടു കൊടുത്തത് ഡയമണ്ട്സ്, എന്താ പറയാ, ഗോൾഡ്, സിൽവർ, ഭൂസ്വത്ത്, ഫാക്ടറി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് കോടാനക്കോടി സമ്പത്തിന്റെ ഉടമയാണ് ആര്? ഈ കുഞ്ഞുമോൻ. അതോടുകൂടെ തന്നെ അവൻ കുഞ്ഞുമോനാണ്. അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിന് കൃത്യമായ കാര്യങ്ങൾ അറിയാത്ത, ഒരു വകതിരിവില്ലാത്ത പാവാണ്. അവിടെയാണ് അവന് ഒരു ഡയറക്ടറെ അനിവാര്യമാവുക. ഈ ഡയറക്ടർ വളരെ ഗ്രാഹ്യതയുള്ള, ബോധമുള്ള, കൃത്യതയുള്ള, സത്യസന്ധതയുള്ള ഒരു ഡയറക്ടർ ഇവൻ ഇല്ലെങ്കിൽ ഇവൻ ഒന്നല്ലാതെയാകും എന്ന് മാത്രമല്ല, ഈ സമ്പത്തൊക്കെ പോകും എന്ന് മാത്രവുമല്ല, പിന്നെന്താ ഉണ്ടാവുക? ഇത്രക്കും ഇവന് കടക്കാരനാവും ചെയ്യും. ഈ സമ്പത്ത് കണ്ടുവച്ചിട്ട് അതിന്റെ ആധാരം കൊണ്ട് പണയം വെച്ചാൽ ഒരു 100 കോടിയൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കാം. അതും തൊലക്കാം, ഇതും തൊലക്കാം. ഇവൻ പാവമാണ്. ഉള്ളത് പോയത് മാത്രമല്ല ഉണ്ടാകുക. നിങ്ങൾ മനസ്സിലാക്കി. അധിക ബാധ്യത പറഞ്ഞാൽ ആയുസ് വീട്ടാൻ കഴിയാത്ത ബാധ്യതയും ഉണ്ടാവും. കാരണം ഇവൻ ആരാണ്? ദുർബലനായ കുഞ്ഞുമോനാണ്. അവിടെയാണ് സത്യസന്ധനും ബോധമുള്ളതുമായ ഒരു കൃത്യമായ ഡയറക്ടറെ ആവശ്യമായി വരിക. ആ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരാജയം ഇവനുണ്ടാവില്ല.
സ്വയം ആയി പോകാം എന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? പരിസരം മുഴുവനും ചതിയാണ്. ഇതാണ് മൊത്തം മനുഷ്യന്റെ അവസ്ഥ. ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്ക് പറയാൻ കഴിയില്ല. ഈ ഉദാഹരണം നിങ്ങൾക്ക് തല കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ മതിയോ? ഖുർആൻ ഇല്ലാതെ മനുഷ്യന് മുന്നോട്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖുലുഖൽ ഇൻസാനു ദഈഫ. നിനക്കും നിങ്ങൾക്കും തോന്നും, അതാ കുട്ടിക്ക് തോന്നുന്നുണ്ടാവും. എനിക്കെന്തിനും കഴിയുമെന്ന് കുട്ടിക്ക് തോന്നും പോലെയാണ് എനിക്കെന്തിനും കഴിയുമെന്ന് നിങ്ങൾക്കും എനിക്കും തോന്നുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ അസ്തിത്വത്തിൽ നമ്മൾ ദുർബലനാണ് എന്ന് നമ്മെ സൃഷ്ടിച്ചോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഉഷാർ വന്നിട്ട് എന്താ കാര്യം? ഈ കണ്ണടക്ക് വിചാരിക്കാൻ എനിക്ക് എന്തിനും കഴിയും എന്ന് ഈ കണ്ണട പടച്ച കമ്പനി, ഇത് ഉണ്ടാക്കിയ കമ്പനി പറഞ്ഞിട്ടുണ്ട്, മെല്ലെ പിടിക്കണേ പൊട്ടുവേ. പക്ഷെ കണ്ണട അതിന്റെ അഹങ്കാരം കൊണ്ട് കണ്ണട എന്ത് പറയാം? പൊട്ടേ, ആരിന്നെ പിടിക്കണേ, എന്നെക്കാൾ യോഗ്യനാരാണ് എന്ന് പറയും പോലെയാണ് നമ്മൾ വിചാരം. നമ്മൾ ഉണ്ടാക്കിയത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരാണ്? ഖുലുഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനാണ്. നീ ശക്തനാണെന്ന് പറയാൻ ഒരു ന്യായമല്ല. അതിപ്പോ ഈ കണ്ണടയുടെ കാലം ഞാൻ ശക്തനാണെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ നമ്മളൊക്കെ ദുർബലരാണ്, നമ്മളെല്ലാം ദുർബലരാണ്. നമ്മൾ ശക്തരായിക്കൂടെ എന്നോ? ശക്തരായാൽ നമ്മളെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവില്ല. പാറ വലിയ ശക്തമാണ്, എന്താണ് കൊണ്ട് നടക്കുന്നത്? പിന്നെയും ദുർബലൻ അതിന് ഉപയോഗപ്പെടുത്തണം. പാറ എന്നുള്ളത് വലിയ ശക്തമായ സാധനം, നമ്മളെക്കാൾ ശക്തിയുള്ള സാധനമാണ് എന്ത്? പാറ. കടുത്ത ഹൃദയങ്ങളെ പാറയോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ കടുത്ത സാധനമാണ് എന്ത്? പാറ. ശക്തമായ സാധനം തന്നെ പാറ. എന്നിട്ട് എന്ത് നടന്നു? എന്നിട്ട് എന്തുണ്ടായത്? പിന്നെയും ദുർബലനായ ആൾ കൃത്യമായ ഡയറക്ഷനിലൂടെ ഈ ശക്തനെ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ ശക്തന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു ഇലാഹിയായ പ്രാപഞ്ചിക ഹിക്മത്തിന്റെ ഭാഗമാണ്. പെണ്ണ് എന്ന നിലയിൽ പെണ്ണ് ദുർബലയാണ്. ആ ദൗർബല്യമാണ് അവളുടെ വിജയവും. ആ ദുർബലതയിൽ നിന്നാണ് ഈ ലോകം മുഴുവനും ഈ കാണുന്ന കോടാനക്കോടി ഉണ്ടായത്. ആണിനെ പോലെ അവളും വലിയ ഹാർഡായ സാധനമായിരുന്നുവെങ്കിൽ ഈ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യൻ എന്തിനും ദുർബലനായി എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ സിസ്റ്റത്തിൽ അവൻ ദുർബലനാവുക എന്നതാണ് അവന് ഖൈറ്. പക്ഷേ അതാണ് അവന്റെ സിസ്റ്റവും. അവൻ ദുർബലനായിരിക്കണം, അതാണ് എന്റെ സിസ്റ്റം. അതുകൊണ്ട് അവന് നടക്കാത്ത കാര്യമൊന്നുമില്ല. കാറ്റ് എന്നത് പറഞ്ഞാൽ തന്നെ കാറ്റ്, എന്താ കാറ്റ് പോലെ എന്നാ പറയാം. പക്ഷേ കാറ്റ് ദുർബലമായ സാധനമാണ് എന്ന വിചാരിച്ച നടക്കാത്ത കാര്യമില്ല. ഇതൊക്കെ അട്ടിമറിക്കാൻ ആര് വിചാരിച്ചാൽ കഴിയും? കാറ്റ്. എന്നാൽ കാറ്റ് ദുർബലമാണ്. ഒരിടത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിന് രീഹ് എന്ന് പേരിട്ടത്. റാഹ പോയി, രീഹ് പോയിക്കൊണ്ടേയിരിക്കുന്നത്, നിൽക്കാൻ കഴിയില്ല. പാവം. നിന്നാൽ വായുവാണ്, പോയാൽ കാറ്റാണ്. കാറ്റ് മിൻഹൈസു ഇന്നഹു കാറ്റൂൻ. കാറ്റ് കാറ്റ് എന്ന നിലയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കണം. നിന്നാൽ വായു, പോയാ കാറ്റ്. എന്നാലോ നടക്കാത്ത കാര്യമില്ല. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദുർബലനാവുക എന്നത് പ്രപഞ്ച ഹിക്മത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഡയറക്ടർ ആവശ്യമായി വരും. കൃത്യമായ ഡയറക്ഷൻ വേണം. ഇല്ലെങ്കിലോ നമ്മുടെ ദുർബലതയിൽ നിന്ന് ചില ശക്തർ മുതലെടുക്കും. അപ്പോൾ ചോദിക്കും, മുതലെടുക്കുന്നവരും ദുർബലരല്ലേ? മുതലെടുക്കുന്നവർ ദുർബലരായിരുന്നുവെങ്കിലും ഇപ്പോൾ ശക്തരാണ്. എന്തുകൊണ്ട്? ചില ശക്തരുടെ പിന്തുണ അവർക്കുണ്ട്. എന്താ പറഞ്ഞത്? മനുഷ്യന് ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ ഇല്ലെങ്കിൽ അവനെ ചതിക്കും, മറ്റുള്ളവർ ചതിക്കും. അപ്പോൾ ഒരു ചോദ്യം, ചതിക്കുന്നവർ എന്തിനാ പേടിക്കുന്നത്? അവരും ദുർബലരല്ലേ? മറുപടി, അവർ ദുർബലരായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ ദുർബലർ അല്ല. എന്തുകൊണ്ട്? അവർക്ക് ചില ശക്തരുടെ സ്വാധീനവും പിന്തുണയുണ്ട്. മണ്ണര എന്ന് പറഞ്ഞ സാധനം അടിസ്ഥാനപരമായി അത് ദുർബലാണ്. പക്ഷെ അത് ചൂണ്ടലിട്ടാൽ ശക്തമാണ്. മണ്ണര എന്ന നിലക്കാണ് മീൻ വിഴുങ്ങിയതെങ്കിൽ മീൻ അത് ഭക്ഷണവും. മണ്ണിര എന്ന് പറഞ്ഞ ഈ സാധനം മിനഹൈതു ഇന്നഹ മണ്ണിര എന്ന നിലക്ക് അതിനെ മീൻ വിഴുങ്ങിയാൽ അത് മത്സ്യത്തിനുള്ള ഭക്ഷണം. പക്ഷേ ഈ മണ്ണിര ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആര്? ചൂണ്ടൽ. അതിനാരും കാണൂല. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഒളിഞ്ഞു കിടക്കുന്നവനാണ് ഖന്നാസ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പൊ ഈ ദുർബലമായ മണ്ണിരയുടെ ഉള്ളിൽ കയറി കിടക്കും ആര്? ചൂണ്ടൽ. അതിനെ വിഴുങ്ങും ആര്? മീന്. അതെന്റെ കൊലയുടെ മാധ്യമമാണ്. മണ്ണിര അത് മണ്ണിര നിർത്തുന്നു എന്ന അടിസ്ഥാനത്തിലല്ല. ആ മണ്ണിരന്റെ ഉള്ളിൽ ആര് കിടക്കുന്നുണ്ട്? ഖന്നാസായ ചൂണ്ടലുകൾ എന്നതുപോലെ നമ്മുടെ വിഷയം. എന്ത്?
നമ്മളെ ചതിക്കുന്നവര് ദുർബലരല്ലേ ആയിരുന്നു, ഇപ്പോഴല്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ആരുണ്ട്? ശക്തനായ പിശാചുണ്ട്. അവരെ മറികടക്കാൻ ദുർബലനായ മനുഷ്യനോട്ട് കഴിയില്ല. അപ്പോൾ ഏറ്റവും ശക്തന്റെ പിന്തുണ വേണ്ടി വരും. അപ്പോൾ നമ്മളെ ശക്തനിലേക്ക് അടുപ്പിക്കണം. അതിനു വേണ്ടിയാണ് എന്ത്? അതാണ് അതിന്റെ ലോജിക്ക്. അതാണ് എന്ത് ഖുർആൻ എന്തുകൊണ്ട് അനിവാര്യമാണ്. ലോകത്തെ ഒരാളുടെ ഗ്രന്ഥത്തിനും ഈ കാര്യം നിർവഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്നാ പിന്നെ കുറച്ച് തത്വചിന്തകന്മാരുടെ ഗ്രന്ഥങ്ങളെ ആസ്വദിച്ചാൽ പോരാ. എന്തുകൊണ്ട്? തത്വചിന്തകന്മാർ മനുഷ്യർ എന്ന നിലയിൽ അവര് രണ്ട് കാലങ്ങളെ ആസ്വദിക്കുകയും മൂന്നാം കാലത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരുമാണ്. എന്താണ് രണ്ട് കാലം? ഒന്ന് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അവർക്കറിയും, പ്രസന്റിൽ അവർക്കറിയുന്ന കാര്യങ്ങളും അറിയും. എന്നാൽ ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത് എന്നറിയാൻ ഒരു തത്വചിന്തകനും കഴിയില്ല. അപ്പോൾ ത്രികാലങ്ങൾക്ക് അതീതനായ ഒരാളുടെ മെസ്സേജ് മാത്രമേ ഡയറക്ഷൻ ആവാൻ പറ്റൂ. അങ്ങനെ ഒരാളെ ഉള്ളൂ. അതാരാ? അല്ലാഹ്. അതുകൊണ്ടും ഖുർആൻ പ്രസംഗം. അതുകൊണ്ടാണ് വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങളെ വെളിവാക്കി തരുന്ന വേദഗ്രന്ഥമാണ് സത്യം എന്ന് പറയുന്നത്. ഇത് വ്യക്തം. പിന്നെ ഇത് വ്യക്തമല്ല എന്ന് തോന്നുന്നത് പിശാചിന്റെ സ്വാധീനമാണ്. ഇത് വ്യക്തമല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ചില മുസ്ലിം നാമധാരികൾക്ക് അങ്ങനെ തോന്നുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. അത് പിശാചിന്റെ സ്വാധീനം. ആ പിശാചിന്റെ പിടുത്തത്തിലാണ് എന്ന്, ഞങ്ങൾ പിശാചിന്റെ പിടുത്തത്തിലാണെന്ന് അവർക്ക് ബോധ്യപ്പെടാതെ അവർക്ക് ഇതിന് രക്ഷപ്പെടാൻ കഴിയും. ഖുർആനിന് പകരം ഒന്നുമില്ല. എന്തുകൊണ്ട്? ഖുർആൻ എന്നത് കൃത്യമായ ഒരു ഡയറക്ഷനാണ്. അത് ത്രികാലജ്ഞാനങ്ങൾക്ക് അതീതനായ പടച്ചോന്റേതാണ്. അതുകൊണ്ടാണ് അത് കൃത്യമായ ഡയറക്ഷൻ വൽ കിതാബിൽ മുബീൻ എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ട്? ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അവൻ അറിയും. നമ്മൾക്കറിയുന്ന ഭൂതം പോലും യഥാർത്ഥ ഭൂതമായിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്? സമൂഹങ്ങൾ, ഭരണാധികാരികൾ, ചില വർഗങ്ങൾ, ചില സൊസൈറ്റികൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. ഈ നിലക്ക് പോയാൽ ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യ ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് നടന്നത് എന്നത് കൃത്യമായി അക്കാദമിക്കൽ തലങ്ങളിൽ നിന്ന് പോലും കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്? ചരിത്ര വക്രീകരണം കൃത്യമായി സർക്കാരിന്റെ തന്നെ അറിവോടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തത്വചിന്തകന് നേരിലെത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? സത്യസന്ധമായ ചരിത്രം പലപ്പോഴും ദുർബലനായ മനുഷ്യന് കിട്ടാതെ വരും. അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ചരിത്ര പുസ്തകം, ആ ചരിത്ര പുസ്തകത്തെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പൂർണ്ണമായി കഴിയില്ല. എന്തുകൊണ്ട്? അവർക്ക് ഏതോ രാജാവിന്റെ പ്രേരണയാലോ വർഗങ്ങളുടെ പ്രേരണയാലോ രചിക്കപ്പെട്ട ചരിത്രം. അപ്പോൾ തത്വചിന്തകന് അറിയുന്ന ഭൂതം യഥാർത്ഥ ഭൂതമായി കൊള്ളണം എന്നില്ല. തത്വചിന്തകന് പൂർണ്ണമായ വർത്തമാനം അറിയുകയും ഇല്ല. ഉദാഹരണം പറയാം, വർത്തമാനം അറിയുന്നത് രണ്ട് അവസ്ഥയിലൂടെയാണ്. ഒന്ന് കണ്ണിലൂടെയും ഒന്ന് കാതിലൂടെയും. കണ്ണിലൂടെ ഒരു വർത്തമാന ചരിത്രം അറിയാൻ ഒരു പരിധിയുണ്ട്. കാതിലൂടെ അറിയുന്നതിനോ എങ്ങനെ അറിയും? കർഷക സമരത്തെക്കുറിച്ച് കേരളത്തിൽ 2 ആഴ്ചക്കുള്ളിൽ ഇറങ്ങിയ പത്രങ്ങളെ പരിശോധിക്കുക. ഇവിടെ കുറെ വർത്തമാന പത്രങ്ങളുണ്ടല്ലോ. ഓരോരുത്തരുടെയും അവരവരുടെ വീക്ഷണമായിട്ടാണ് ഒരു പ്രസന്റിനെ പോലും നോക്കിക്കണ്ടത്. ഈ പത്രം എടുത്തു വച്ചിട്ട് ഒരു 4 കൊല്ലം 5 കൊല്ലം എന്നല്ല, അടുത്ത കൊല്ലം കഴിഞ്ഞ ഒരു ഈ പത്രം എടുത്തു നോക്കുന്ന ഒരാൾ എന്തറിയും? നമുക്ക് തന്നെ ഇപ്പൊ പൂർണ്ണമായി കാര്യങ്ങൾ പിടിവിട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കർഷക സമരത്തിൽ നടക്കുന്നത് എന്നറിയാൻ വർത്തമാന പത്രങ്ങളെ പോലും ആശ്രയിച്ചാൽ കഴിയില്ല. എന്തുകൊണ്ട്? ഓരോരുത്തരും പ്രസന്റ് എഴുതിയതിൽ പോലും അവരവരുടെ താല്പര്യമാണ്. ഇനി അതാണ് ഇവിടെ ചരിത്രകാരന്. ഭാവി തത്വചിന്തകന് തീരെ അറിയില്ല. ഭൂതം സത്യസന്ധമാണെന്ന് ഉറപ്പില്ല. വർത്തമാനോ പൂർണ്ണമായി അറിയാൻ വഴിയില്ല. ഭാവിയോ തീരെ അറിയില്ല. അപ്പോൾ പിന്നെ ത്രികാലങ്ങൾക്ക് അതീതനായ ഒരാളുടെ ഡയറക്ഷനിലൂടെ അല്ലാതെ ഒരു കൃത്യമായ ഡയറക്ഷൻ മനുഷ്യന്, അതാണ് വൽ കിതാബിൽ മുബീൻ. ഏതായത്തിന്റെ വ്യാഖ്യാനം പറയുന്നത് ഹമീം വൽ കിതാബിൽ മുബീൻ. ഖുർആൻ ആശ്രയിച്ച പരാജയപ്പെടും, ഒരിക്കലും പരാജയപ്പെടില്ല. എന്തുകൊണ്ട്? ത്രികാലങ്ങൾക്ക് അതീതനായ അല്ലാഹുവിൻ്റെതാണ്. അതിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ഒരു ബാത്തിൽ അതോട്ട് പറഞ്ഞിട്ടുമില്ല. ഇന്നലത്തെ ഒരു ബാത്തിനും അത് പറഞ്ഞിട്ടില്ല. നാളത്തെ ഒരു ബാത്തിനും അതിനെ അഭിമുഖീകരിക്കാനും കഴിയില്ല. ഉടഞ്ഞു. അതാണ് വൽ കിതാബിൽ മുബീൻ. വൽ കിതാബിൽ മുബീൻ. വ്യക്തമായ വേദഗ്രന്ഥമാണ് എന്ന് പറയാനുള്ള കാരണം ഇതിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടൂല. ഏത് കാര്യത്തിൽ അതെന്തും നമ്മുടെ മുന്നിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്.
അതിനെ പരിശോധിക്കുന്നിടത്ത് മനുഷ്യന്റെ ഗ്രാഹ്യത കുറവ് മാത്രമാണ്. ചില ആളുകൾ പറയും ഖുർആന് ശാസ്ത്രം ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചില ആളുകൾ പറയാറുണ്ടല്ലോ പിന്നെ അത് ഖുർആനിലുണ്ട്, നിങ്ങൾക്ക് ശാസ്ത്രത്തിന് മുമ്പ് അത് കണ്ടുപിടിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിന് കണ്ടുപിടിച്ചുകൂടെ എന്ന് വെച്ചാൽ ആദ്യകാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ ആ ഭാഗത്തേക്ക് തിരിയുന്നതിൽ മനുഷ്യൻ ഒരു നിലക്ക് ദുർബലനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് പടിഞ്ഞാറിന് ഈ വർത്തമാന ശാസ്ത്രം ലഭിച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ചിന്തകന്മാർ പറഞ്ഞതുപോലെ അറബികളിൽ നിന്നാണ്. അറബികൾക്കൊന്നും അറിയില്ല, അവർക്ക് കലഹവും കച്ചവടവും അല്ലാതെ ഒന്നും അറിയാത്ത അറബികളെ വലിയ വലിയ ശാസ്ത്രപടുക്കളാക്കി മാറ്റിയത് ആരാണ്? ഈ ഖുർആനാണ്. അപ്പോൾ അവർക്ക് ആസ്ട്രോണമിയെ പറ്റിയും ജോഗ്രഫിയെ പറ്റിയൊക്കെ കൃത്യമായ വിവരം നൽകിയത് ആരാണ്? ഖുർആനാണ്. ഖുർആനിൽ നിന്നാണ് അവർ ശാസ്ത്രങ്ങളെ കണ്ടുപിടിച്ചത്. ലോകത്തെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഉലഹബേഗിന്റെതാണ്, സെൻട്രൽ ഏഷ്യയിലാണ്. ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ, പഴയ സോവിയറ്റ് യൂണിയൻ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം. അദ്ദേഹം ഒരു നാട്ടിലെ ഭരണാധികാരിയും വലിയ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അപാര പണ്ഡിതനാണ് ഉലഹബേഗ്. സൂഫിയ, നേരം വെളുക്കുന്നവരെ ഖുർആന്റെ മുന്നിൽ തപസ്സിരിക്കും. ഉലഹബേഗ് അദ്ദേഹമാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ. ഇതിൽ തർക്കമില്ല. ഉലഹബേഗിന് മുമ്പ് വേറൊരാളൊരു വാന നിരീക്ഷണ കേന്ദ്രം ലോകത്തുണ്ടാക്കിയിട്ടില്ല. അതായത് ചില നിഗമനങ്ങൾ ടോളമിയെ പോലെയുള്ള ചില ആളുകളൊക്കെ BC, ടോളമിയുടെ കാലം എന്ന് പറഞ്ഞ BC 4-ാം നൂറ്റാണ്ടാണ്. ടോളമി അലക്സാണ്ടറുടെ പ്രധാനമന്ത്രിയാണ്. BC 356 ജനിക്കുകയും BC 323 33-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്ത ആളാണ് അലക്സാണ്ടർ. BC 356 അയാൾ മാസിഡോണിയയിൽ ജനിച്ചു. BC 323 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു പായക്കപ്പലിൽ മരിച്ചു അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ടോളമി. BC 4-ാം നൂറ്റാണ്ടിൽ. അദ്ദേഹമാണ്. അലക്സാണ്ടർക്ക് പിൻഗാമിയില്ല. അപ്പോൾ പിന്നെ അലക്സാണ്ടർക്ക് ശേഷം ചക്രവർത്തിയായത് ടോളമിയാണ്. അലക്സാണ്ടർ രാജവംശം ഇല്ല, എന്നാൽ ടോളമി രാജവംശം പിന്നീട് BC 64 സീസർ ആക്രമിക്കാൻ വരുന്നത് വരെയും മധ്യേഷ്യയിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ടോളമി രാജവംശം നിലനിന്നിട്ടുണ്ട്. അദ്ദേഹം വലിയ വിജ്ഞാന തൽപരനായിരുന്നു. ആ അലക്സാണ്ട്രിയ ലൈബ്രറി പിന്നെ BC 64 ജൂലിയസ് സീസറുടെ അക്രമത്തിൽ കത്തിച്ചാമ്പലാക്കപ്പെട്ടു. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെത്താണ് അലക്സാണ്ട്രിയ ലൈബ്രറി. ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. വലിയ വാനനിരീക്ഷ ചിന്തകൻ. പക്ഷേ ഉലഹബേഗ് സ്ഥാപിച്ചതുപോലെ ഒരു വാന നിരീക്ഷണ കേന്ദ്രമൊന്നും സ്ഥാപിക്കാൻ ടോളമിക്ക് കഴിഞ്ഞിട്ടില്ല. അത് BC 4-ാം നൂറ്റാണ്ടിലാണ്. ടോളമിക്ക് ശേഷം യൂറോപ്യന്മാർ വന്നിട്ട് എന്താ ചെയ്തത്? അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ചാമ്പലാക്കി. ആര്? സീസറുടെ ആളുകൾ. BC 64. ഇന്ന് ശാസ്ത്രകാരന്മാർ എന്ന് പറയുന്ന ആളുകളാണ് എന്ത് കത്തിച്ചത്? അലക്സാണ്ട്രിയ ലൈബ്രറി. അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിക്കുമ്പോൾ ആ ലൈബ്രറിയിൽ 5 ലക്ഷത്തോളം താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. 5 ലക്ഷത്തോളം. പിന്നീട് അത് വർഷങ്ങളോളം പുനഃസംഘടിപ്പിക്കാതെ കിടന്നു. എന്നാൽ സീസറുടെ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് ആന്റണി ക്ലിയോപാട്രയെ കല്യാണം കഴിച്ചപ്പോൾ പകരം തന്റെ മഹറായി കൊടുത്തു 2 ലക്ഷം ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് വീണ്ടും പുനഃസംഘടിപ്പിച്ചു. എന്തിനെ? അലക്സാണ്ട്രിയ ലൈബ്രറി. യൂറോപ്യന്മാർ കത്തിച്ചു. സീസറുടെ പട്ടാളമാണ് കത്തിച്ചത്. സീസറെ പിന്നെ ബ്രൂട്ടസ് കൊലപ്പെടുത്തി. പിന്നീട് ഭരണാധികാരിയായി ആര്? മാർക്ക് ആന്റണി. മാർക്ക് ആന്റണി ഭരണാധികാരിയായപ്പോൾ ക്ലിയോപാട്ര അടിസ്ഥാനപരമായി ക്ലിയോപാട്ര എന്ന് പറഞ്ഞാൽ ഏഷ്യൻ വംശജയാണ്. ആര്? ക്ലിയോപാട്ര. ലോകത്തെ അതിസുന്ദരിയായി പറയപ്പെടുന്ന പെണ്ണാണ് ആര്? ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ പേരിൽ ലോകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏകദേശ സാധനങ്ങളെല്ലാം ക്ലിയോപാട്രയുടെ പേരിലാണ്. ക്ലിയോപാട്രയുടെ പേരിൽ സോപ്പുണ്ട്, ക്ലിയോപാട്രയുടെ പേരിൽ സിഗരറ്റ് ഉണ്ട്. ഈ ക്ലിയോപാട്രയെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ മാർക്ക് ആന്റണിയോട് ക്ലിയോപാട്ര വെച്ച ഒരു നിബന്ധനയാണ് എന്ത്? നിങ്ങൾ യൂറോപ്യന്മാർ ഞങ്ങളുടെ പൈതൃക സമ്പത്തായ അലക്സാണ്ട്രിയ കത്തിച്ചു തിരിച്ച് ഉണ്ടാക്കി തരണം. ക്ലിയോപാട്രയോടുള്ള പ്രേമം കാരണം അക്കാലത്ത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പോലും താളിയോല ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ചിട്ട് മാർക്ക് ആന്റണിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഏകദേശം 2 ലക്ഷം ഗ്രന്ഥങ്ങൾ മാത്രം. ഏഷ്യൻ ആഫ്രിക്കക്കാരുടെ സമ്പത്തായിരുന്നു ഏത്? അലക്സാണ്ട്രിയ ലൈബ്രറി. കത്തിച്ചത് യൂറോപ്യന്മാർ.
എന്തുകൊണ്ട്? വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വില യൂറോപ്യന്മാർക്ക് അറിയില്ല. ക്ലിയോപാട്രയുടെയും മാർക്ക് ആന്റണിയുടെയും ഒക്കെ ശേഷം പിന്നീട് അതിനൊരു പൈതൃക സമ്പത്ത് അവകാശപ്പെടാവുന്ന, അത് അങ്ങനെ തന്നെ അതിനെ കൊണ്ടുപോകുന്ന, അതിനെ കൃത്യമാക്കി പരിചരിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനത ഉണ്ടായില്ല. പിന്നീട് അതിനെ പുനഃസംഘടിപ്പിക്കുന്നത് ഇസ്ലാമിക ഭരണകാലത്ത് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഈ ഏരിയയുടെ ഭരണം ഏറ്റെടുക്കുന്നതോടുകൂടെയാണ് ഒരു സുമോഹനമായ കാലം അലക്സാണ്ടർ ലൈബ്രറിക്ക് ഉണ്ടാവുന്നത്. പിൽക്കാലഘട്ടത്തിലും ചില ശത്രുക്കൾ മുസ്ലിം വിരോധം കാരണം അലക്സാണ്ടർ ലൈബ്രറി കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് ലോകത്തെ അതിപ്രശസ്തമായ ആ ലൈബ്രറി മുസ്ലിമീങ്ങൾ നിലവിൽ പരിചരിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴും അലക്സാണ്ടർ ലൈബ്രറിയുടെ ഉടമസ്ഥാവകാശവും അതിന്റെ കൈവശവും അതിനെ ലോകത്തെ ഗ്രന്ഥങ്ങൾ കൊണ്ട് മനോഹരമാക്കിയതും അതിനുവേണ്ടി ഏറ്റവും മനോഹരമായ കെട്ടിടമുണ്ടാക്കി സൗകര്യം ചെയ്തു കൊടുക്കുന്നതും അതിന്റെ വർഷത്തിൽ അതിനുവേണ്ടി ചെലവരുന്ന കോടിക്കണക്കായ സമ്പത്ത് നീക്കിവെച്ചതും ദരിദ്ര രാഷ്ട്രമായിട്ട് കൂടി ഈജിപ്താണ്. അഥവാ 97% മുസ്ലിം ജനങ്ങളുള്ള ഇസ്ലാമിക രാജ്യത്തെ ഭരണകൂടമായ ഈജിപ്ഷ്യൻ ഭരണകൂടമാണ്. ഇപ്പോഴും ടോളമി BC 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കുകയും BC 1-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ നശിപ്പിക്കുകയും ചെയ്ത ലൈബ്രറി, അലക്സാണ്ട്രിയ ലൈബ്രറി എന്ന ലോകത്തെ പകരം വെക്കാനില്ലാത്ത ലൈബ്രറി ഇന്നും സംരക്ഷിച്ചു പോരുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. കത്തിച്ചതാരാ? യൂറോപ്യന്മാർ. യൂറോപ്പിൽ നിന്ന് വിജ്ഞാനത്തിനെതിരെ വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. AD 1798 ഫ്രഞ്ചുകാരനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഷാമിലും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള വിജ്ഞാനം പുരകളും ഗ്രന്ഥപുരകളും വിജ്ഞാന സ്ഥാപനങ്ങളും എല്ലാം നശിപ്പിക്കുകയാണ്. AD 1798 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആക്രമണ കാലഘട്ടത്തിൽ ഉണ്ടായത്. ലോക ചരിത്രത്തിൽ AD 964 ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിക്കുന്നത്. AD 964 1964 AD 964 അൽ മുഇസ്സു ലിദീനില്ലാ എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ലോകത്തെ ആയിരക്കണക്കായ വർഷം നിലനിന്ന മഹത്തായ യൂണിവേഴ്സിറ്റി ആയ അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്, ജാമിഅത്തുൽ അസ്ഹർ എന്ന അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് AD 964 അതിനെ മാറി മാറി വന്ന ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നു. എവിടെയിട്ടും അവിടെ തൊട്ടില്ല. അസ്ഹർ എന്ന് പറയാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം നൽകിയ മുത്തുനബിയുടെ കരളിന്റെ കഷ്ണമായ മോളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ഫാത്തിമത്തു സഹ്റ, ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം, സത്യസന്ധമായ വിജ്ഞാനം ലോകത്തിന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എത്തിച്ച മഹാനാണ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ കരളിന്റെ പൊൻകനിയായ പൊന്നുമോളാണ് ആര്? ഫാത്തിമത്തു സഹ്റ. അവരുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് എന്ത് പേരിട്ടത്? അസ്ഹർ എന്ന് പേരിട്ടത്. 964 2021 ഇടയിൽ 5 വർഷമാണ് ഈ സ്ഥാപനം പൂട്ടിയിട്ടുള്ളത്. AD 1798, AD 1799, AD 1800, AD 1801, AD 1802, AD 1803 ചക്രവർത്തിയായ മുഹമ്മദ് അലി പാഷ യൂറോപ്യന്മാരെ തുരത്തി വീണ്ടും അസ്ഹർ ഷരീഫ് പുനരാരംഭിച്ചു. ഇന്ന് വരെ പൂട്ടിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അലക്സാണ്ട്രിയ ലൈബ്രറിക്കെതിരെ മാത്രമല്ല യൂറോപ്യൻ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. യൂറോപ്യന്മാർ വിജ്ഞാനത്തിനെതിരെ പലപ്പോഴും കൈവച്ചിട്ടുണ്ട്. വിജ്ഞാനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴോ അവർ സ്വാംശീകരിച്ചു. വിജ്ഞാനത്തിൽ സത്യസന്ധത നഷ്ടപ്പെട്ടത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഇന്ന് വിജ്ഞാനം സത്യസന്ധമല്ല. അതിന് കാരണം 1-ാം ലോക മഹായുദ്ധം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങളിൽ അവർ കൈവച്ചു. 1 ഭാഷ, 2 വിദ്യാഭ്യാസം, 3 ആരോഗ്യം. ഈ 3ഉം 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർ തകർത്തു. ഭാഷ, ലോകത്തെ അതിമഹത്തായ ഭാഷകളെ പുറകോട്ടടിച്ച് ഇംഗ്ലീഷ് ഭാഷ ലോകത്തിന്റെ മേൽ ഒരു നിർബന്ധം പോലെയാക്കി. 2 വിദ്യാഭ്യാസത്തിൽ അവരുടെ താല്പര്യങ്ങൾ മാത്രം കടത്തിക്കൂട്ടി. ചരിത്രത്തിലും ആരോഗ്യത്തെ പറ്റി പറയുകയും വേണ്ട. ഇംഗ്ലീഷ് ഗുളികകളും ഇംഗ്ലീഷ് മരുന്നുകളും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരുന്നത്, ഇത്ര വ്യാപകമായി വരുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അതോടുകൂടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യം കരികരുത്ത കാരിരുമ്പ് പോലത്തെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരുടെ മുഴുവനും ആരോഗ്യം തകർന്നു. ഇനി ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുണ്ടാക്കാന്ന് വിചാരിക്കണ്ട. ഉണ്ടാവും. ഉണ്ടായാൽ
ഈ 3 കാര്യം അട്ടിമറിയും. നിങ്ങൾ എഴുതിച്ചു പോയിട്ട് ഇംഗ്ലീഷുകാർക്ക് ലോകത്തിന് മേലുള്ള മെജോറിറ്റി നഷ്ടപ്പെട്ടു. 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ 3ാം ലോക മഹായുദ്ധം മനുഷ്യർക്ക് ആൾ എന്ന നിലയിൽ മനുഷ്യരുടെ എണ്ണത്തിലും സമ്പത്തിലും വൻ നഷ്ടമുണ്ടാക്കുമെങ്കിലും സാംസ്കാരികമായി ചില മാറ്റങ്ങൾ ലോകത്ത് വരും. ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും ഇംഗ്ലീഷുകാർ എഴുതി വെച്ച ചരിത്രത്തിന്റെയും അവർ കൊണ്ടുവന്ന ആരോഗ്യ അവരുടെ മെഡിസിന്റെയും കാലം 3ാം ലോകം മഹായുദ്ധം കഴിയുന്നതോടുകൂടി അത് വീണ്ടും ഒന്നുകൂടി പൊക്കിക്കാൻ വേണ്ടിയാണ് അവർ 3ാം ലോക മഹായുദ്ധം ഉണ്ടാവുക. പക്ഷെ സാംസ്കാരികമായി ആ നേട്ടമൊന്നും 3ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ അവർക്കുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് വിജ്ഞാനത്തിന്റെ ആളുകളല്ലേ യൂറോപ്യന്മാർ, അല്ല, വിജ്ഞാനം വരുതിയാക്കിയവർ. എന്നാൽ ഇവിടെ 1ാം നൂറ്റാണ്ട് മുതൽ അഥവാ AD 7ാം നൂറ്റാണ്ട് മുതൽ ശുദ്ധമായ വിജ്ഞാനം ലോകത്തിന് നൽകിയത് ഉമ്മത്ത് മുഹമ്മദാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശ്വചരിത്ര സംഗ്രഹത്തിൽ പറഞ്ഞതുപോലെ അറബികളില്ലായിരുന്നുവെങ്കിൽ ശുദ്ധമായ ചരിത്രവും ശുദ്ധമായ തത്വചിന്തയും ശുദ്ധമായ വിജ്ഞാനവും ചരിത്രവും വിദ്യാഭ്യാസവും ലോകത്തിന് ലഭിക്കുമായിരുന്നു. എല്ലാം കിട്ടിയത് അറബികൾ വഴിയാണ്. അറബികൾ എന്നാൽ ഏതറബികൾ? 7ാം നൂറ്റാണ്ടിന് മുമ്പ് അവർക്ക് നാണം മറക്കാൻ അറിയില്ല. അവർക്ക് ആകെ അറിയേണ്ട അൽഹാഖ് മുത്തക്കാസുർ. ഒരാൾ പറഞ്ഞതിന്റെ മേലെ വേറൊരാൾ പറയും. ഇന്ന അബാഹ വ അബാഹ മുത്തുനബി വരുമ്പോൾ അവിടുത്തെ പാട്ടാണത്, അറബികളെ പാട്ടാണ്. എന്താ അതിന്റെ അർത്ഥം? ഇന്ന അബാഹ വ അബാഹ, എന്റെ ഭാര്യയുടെയും ഭാര്യന്റെ പാപ്പാന്റെയും കുടുംബമൊക്കെയാണ് ഈ നാട് ഭരിച്ചിരുന്നത്. അങ്ങനത്തെ പാട്ട് അതവർ കൈബാലയത്ത് കെട്ടിത്തൂക്കി. പാപ്പയും മക്കളും പോലത്തെ ആളുകൾ ഇരിക്കുന്നിടത്ത് എന്തെങ്കിലും അവർ പാടിയിരുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ ദർസിൽ പഠിച്ചിരുന്ന കാലത്ത് അവരുടെ സാഹിത്യ പാട്ടുകൾ പഠിക്കും. എന്തുകൊണ്ട്? ഖുർആന്റെ സാഹിത്യവുമായി കമ്പയർ ചെയ്യണമെങ്കിൽ ഈ സാഹിത്യപ്പാട്ട് പഠിക്കണം. അപ്പോൾ തന്നെ ഓതി തരുമ്പോൾ ഉസ്താദ് പറയും, ഈ പാട്ടൊക്കെ മെല്ലെ അർത്ഥം വെച്ചാൽ മതി, ചെലവഴിക്കാരൻ അറിഞ്ഞാൽ നാളെ ജനം എന്താന്ന് പറയും. അത്ര വലിയ അശ്ലീല. ആ പാട്ട് പഠിക്കല്ല നിർവാഹമില്ല. കാരണം ഖുർആന്റെ സാഹിത്യവുമായി കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഈ പാട്ട് പഠിക്കണം. ഈ പാട്ട് കാരണം രക്ഷത്തമ്പുരാനെ വൃത്തിയാണ്. വൃത്തിയെന്നാൽ മലയാളത്തിൽ അങ്ങനത്തെ വൃത്തിയുണ്ടാവില്ല, അത്ര വൃത്തിയാണ്. സാഹിത്യമോ ഇന്നും അതല്ലേ പഠിപ്പിക്കുന്നത്. ലോകത്തെ കേംബ്രിഡ്ജ് മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ അറബിക്ക് PhD-ക്കും അറബിക് MA-ക്കും പഠിപ്പിക്കുന്നത് ആ സാഹിത്യമല്ലേ. എന്താ സബുഅൽ മുഅല്ലഖാത്തിന്റെ ഒക്കെ സാഹിത്യം, എന്താ സാഹിത്യം. അതിനെ മറിച്ചിടാൻ പറ്റിയ ഒരു സാഹിത്യം വന്നിട്ടില്ല. പക്ഷെ അർത്ഥം കേൾക്കാൻ പറ്റില്ല. വൃത്തികേട് എന്ന് പറഞ്ഞാൽ തനി വൃത്തികേട്. അത് കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. ഇതായിരുന്നു അവരുടെ പാട്ടുകൾ അക്കാലത്തെ മുഹമ്മദ്. പിന്നെ അവർക്ക് എന്ത് സാഹിത്യം? ഇതാണ് അൽഹാഖ് മുത്തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഇങ്ങനെ പെരിപ്പിച്ച് പറഞ്ഞ അങ്ങനെ നടന്നോളി ഖബറിൽ പോകുന്നത് വരെ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. കല്ലാ സൗഫ തഅലമൂന. നിങ്ങൾ ഈ വൃത്തിയോടൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഒരർത്ഥം. ഒരുപാട് അർത്ഥം ആയത്തിന് ഒരർത്ഥം. അൽഹാഖ് മുത്തക്കാസുർ പെരിപ്പിച്ച് അങ്ങനെ പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞതിന്റെ വലിപ്പത്തിന് അപ്പുറം മറ്റൊരു പറയാം. അതിനുവേണ്ടി കഅബാലയത്തിന്റെ 2 സൈഡിൽ ഇരിക്കുക. കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ല. അതാണ് അവർക്ക് എന്ത് ശാസ്ത്രം. അപ്പോൾ വിശ്വചരിത്ര സംഗ്രഹത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാചിന്തകന്മാർ അറബികൾ വഴിയാണ് ലോകത്തിന് വിജ്ഞാനം കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് 7ാം നൂറ്റാണ്ടിന് ശേഷമുള്ള അറബികളാ. മനസ്സിലായില്ലേ? അത് മുഹമ്മദിയ ഓറിയന്റഡ് ആയ അറബികളാ, അല്ലാതെ എന്തല്ല. കേവലം അറബികളല്ല. കേവലം അറബികൾക്ക് നാണം മറക്കാൻ പോലും അറിയൂല, ഒരു വിജ്ഞാനം അറിയില്ല. അപ്പോൾ ഇസ്ലാം ഉലഹബേഗ് മുതൽ ഈ കാലം വരെയുള്ള സകല ശുദ്ധമായ വിജ്ഞാനത്തിന്റെയും അടിസ്ഥാന സ്രോതസ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടായി? പിൽക്കാലഘട്ടത്തിൽ ശുദ്ധമായ ഗവേഷണങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഏത് കാലഘട്ടത്തിലും എന്തുണ്ടായി എന്നറിയോ? ഭരണാധികാരമോ പണാധികാരികളോ ഈ പണ്ഡിതന്മാരെ ഭരിച്ചപ്പോൾ അവരിൽ നിന്ന് ജ്ഞാനലബ്ധമായ വിജ്ഞാനങ്ങൾ കുറഞ്ഞേ പോയി. ഇത് വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. അതുകൊണ്ട് ശുദ്ധമായി ഒരു കാര്യത്തെ പുറത്തിറക്കാൻ കഴിയില്ല. ഇതന്നെ വിജ്ഞാനത്തിന്റെ അവസ്ഥ. വിജ്ഞാനത്തിനെ ശുദ്ധമായി വിട്ടിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുന്നറിയോ? വിജ്ഞാനം പുറത്തു വരില്ല. എന്തുകൊണ്ട്? ഞാൻ മരിച്ചതിന് ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ ഈ എഴുത്ത് പുറത്താക്കാൻ പാടുള്ളൂ എന്ന് ആസാദ് പറയണമെങ്കിൽ, അതാണ് ആസാദിന്റെ 30 പേജുകൾ. കേട്ടിട്ടില്ലേ? അബുൽ കലാം ആസാദിനെ കേട്ടിട്ടില്ലേ? വലിയ പണ്ഡിതനായിരുന്നു, വലിയ വിജ്ഞാനിയാണ്. ആര്? അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിന്റെ 30 പേജുകൾ കേട്ടിട്ടില്ലേ? താൻ മരിച്ച് 30 വർഷം കഴിഞ്ഞാലേ അത് പുറത്തെടുക്കാവും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്തും നമ്മളെല്ലാം വളർന്ന ആളുകൾ എന്നല്ലേ പറയുന്നത്.
ഇവിടെ ചില ഭരണാധികാരികളായ ബ്യൂറോക്രാറ്റുകളുടെ ഒത്താശയോട് കൂടിയാണ് ഭരണാധികാരികൾ അധികാരത്തിൽ കയറുന്നത്. അവരായിരിക്കും ഇവിടെ ലാഭം കൊയ്യുന്നത്. സ്റ്റാലിൻ മരിച്ചപ്പോൾ ക്രൂഷ്യൽ ഭരണാധികാരിയായപ്പോൾ മോസ്കോ സെനറ്റിൽ അദ്ദേഹം ഘോരഘോരം പ്രസംഗിച്ചു. സ്റ്റാലിൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ, ഏകാധിപത്യം, തോന്യാസം, ഘോരഘോരം ക്രൂഷ്യൽ പ്രസംഗിച്ചു. പ്രസംഗമധ്യ ഒരാൾ എണീറ്റ് ചോദ്യം ചെയ്തു, ഇതെല്ലാം അറിയുന്ന ഒരാൾ അറിയുന്നില്ല നിങ്ങൾ, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റാലിന്റെ കാലത്ത് മിണ്ടിയില്ല? ഉടനെ ക്രൂഷ്യൽ പറഞ്ഞു, സെനറ്റിന്റെ വാതിൽ അടക്കൂ. സെനറ്റിന്റെ വാതിൽ മൊത്തം അടച്ചു. പട്ടാളക്കാരോട് ആയുധം കൊണ്ടുവരാൻ പറഞ്ഞു, അവരെ കൊലപ്പെടുത്താൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു മാപ്പാക്കണം, അറിയാതെ ചോദ്യം ചെയ്തു വരാൻ. അപ്പോ ക്രൂഷ്യൽ പറഞ്ഞു, ഇതാണ് ഇന്ത്യൻ പ്രശ്നം. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ഖുർആനെ മാറ്റിവെച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഒരു പ്രബുദ്ധ ജനത വരൂല? ഉദാഹരണം പറയാം, ലോകത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക ചക്രവർത്തിമാർ എന്താണ്? അവരെ മുന്നിൽ എങ്ങനെ ഖുർആൻ റിസർച്ച് ചെയ്യാം? എന്തുകൊണ്ട്? ശുദ്ധമായ റിസർച്ച് പറ്റൂല. വഹാബിസൻ ഓറിയന്റഡ് ആയ കാര്യം മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ തലവട്ടും. മുസാഫ് അച്ചടിച്ചു കൊടുത്തൊരു കാര്യമില്ലല്ലോ. മുസാഫ് കാദ്യാനി അച്ചടിച്ചു കൊടുക്കൂലേ? ഹജ്ജിന് പോയി വരുന്ന ആളുകൾക്ക് ഓരോ മുസാഫ്, ഉംറക്ക് പോയി വരുന്നവർക്ക് ഓരോ മുസാഫ് എടുത്തു കൊടുത്തൊരു കാര്യമില്ലല്ലോ. അത് കാദ്യാനികളെ നാട്ടിലേക്കും പോവുകയാണെങ്കിൽ അവരും കൊടുക്കൂലേ? അതിൽ നിന്ന് ഒരു തത്വചിന്തകനെ ആഴമുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയാൽ പോലും വഹാബി ഭരണാധികാരികളുടെ താല്പര്യത്തിന് ഒതുങ്ങുന്നതല്ലെങ്കിൽ ഒരിക്കലും ഈ ഓദർ, ഈ റൈറ്റർ, ഇത്രയേറെ വലിയ ആശയം കണ്ടുപിടിച്ച ഒരാൾക്ക് ജീവിക്കാൻ പോലും പിന്നെ കഴിയൂല. അതുകൊണ്ടാണ് പ്രശ്നം പ്രതിഭകൾ ഉണ്ടാവാത്തത്. പ്രതിഭകൾ ഉണ്ടാവില്ല. പ്രതിഭകളെ വളർത്തുക എന്നത് ഇപ്പൊ ആർക്കും ആവശ്യമില്ല. പ്രതിഭകളെ വളർത്തുകയില്ല. എവിടെ ഒരാൾ പ്രതിഭയാകുന്നു അയാളെ എങ്ങനെ വിട്ടാൻ കഴിയുന്ന ലോകം നോക്ക്. ഇന്നത് ഭരണാധികാരിയല്ല, താഴത്തേക്ക് വന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊന്നും അപ്പുറത്തേക്ക് നീ പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യാം, എന്തുകൊണ്ട് ആയിക്കൂടാ, എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ആയിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. നമ്മൾ ഒരാളുണ്ടാക്കണ്ടേ, നമ്മളെ കഴിയുള്ളൂ. ഏതൊരാള് ആഴമുള്ള യാഥാർത്ഥ്യങ്ങൾ ഖുർആനെയും ഹദീസിനെയും മുന്നിൽ വെച്ച് ഗവേഷണം നടത്താൻ ഇന്നും കഴിവുള്ളവരുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ പലപ്പോഴും എന്തുകൊണ്ട്? അവർ നമുക്ക് പറ്റിയത് പറഞ്ഞോണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റിയതും പറയും, പറ്റാത്തതും പറയും. നമ്മൾ അവർക്ക് വിധേയരാകണം. ഏത് കാര്യം അങ്ങനെയാണ്. എന്തുകൊണ്ട് ശാസ്ത്രകാരൻ പറയുന്നതിന് മുമ്പ് പറയാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിഭകളെ സ്വതന്ത്രമായി വിടുന്നതിൽ മുസ്ലിം ഉമ്മത്തിന് വന്നിട്ടുള്ള പരാജയമാണ്. സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾക്ക് ശേഷം രാജാധികാരവും പണാധികാരവും എല്ലാം വിജ്ഞാനത്തിന് മേൽ വന്നപ്പോൾ വിജ്ഞാനത്തിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ കഴിയാതെ വന്നതാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന് വന്നിട്ടുള്ള ദൗർബല്യങ്ങളുടെ അടിസ്ഥാനം. വൽ കിതാബിൽ മുബീൻ, ഇത് വ്യക്തമായ വേദഗ്രന്ഥം, വ്യക്തമായ ഡയറക്ഷൻ. അല്ലാഹു തആല നേരിനെ നേരായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.